ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി ദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ സ്ലൈസ് ആണ് കേട്ടോ. ചെറിയ ബ്രെഡ് സ്ലൈസസ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 കഷ്ണം എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വോൾമീൽ ബ്രെഡാണ്. നമുക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൂടാതെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ റവ, വറുത്ത റവ, റോസ്റ്റഡ് റവ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പുളിപ്പില്ലാത്ത തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 2 കപ്പ് വെള്ളവും ഉണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാവേ. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ബ്രെഡ് സ്ലൈസസ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ ദേ ഞാനിവിടെ ആ 4 ബ്രെഡ് സ്ലൈസസ് പൊടിച്ച് എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് എടുത്തേക്കുന്നതാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1, 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ. ഇതിപ്പോൾ ഞാനിവിടെ മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ ദോശ ചുടുന്ന പോലെ നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പം ഇഷ്ടമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെരി ഈസി അടിപൊളി ഇൻസ്റ്റൻറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്